ഹലോ ഹായ് നമസ്കാരം. അപ്പൊ ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഞാൻ കാണിച്ചു തരാം. വായോ എന്റെ കൂടെ. സോണി ഒന്ന് വാടോ ഒന്ന്. അപ്പൊ ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് സോണി വാങ്ങിച്ചതാണ്. അതായത് പിന്നെ നമ്മുടെ കൊറോണ ഇല്ലേ, ലോക്ക്ഡൌണിന്റെ സമയത്ത് അതിന് മുമ്പ് വാങ്ങിച്ചു തന്നതാ. അപ്പൊ വാങ്ങിച്ചു തന്ന് എനിക്ക് ആഗ്രഹം കൊണ്ട് എനിക്ക് സോണി വാങ്ങിച്ചു തന്നതാണ്. പക്ഷേ ആ സമയത്ത് ലോക്ക്ഡൌൺ ആയതാണ്. അപ്പൊ എന്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിയോടും തയ്ക്കാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയായിരുന്നു. അത് 2 മാസം എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ കയറി. അപ്പൊ സോണി പറഞ്ഞു അന്നിന് പോണ്ട എന്ന് വെച്ചാല് അപ്പൊ എല്ലാവരും സേഫ്റ്റി നോക്കണമെന്നും പറഞ്ഞ് അകത്തിരിക്കുന്ന ടൈമായിരുന്നല്ല. അപ്പൊ അത് കാരണം അത് അവിടെ വെച്ച് നിന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ യൂട്യൂബ് നോക്കി പഠിക്കാന്ന് ഓർത്ത്. പിന്നെ മടി ഉള്ളത് കൊണ്ട് അത് നടന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങാടി ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ അടക്കി കൊടുത്ത് എന്ന് പറയാം. അപ്പൊ ഇനി എന്താ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതിപ്പോ കുറെ നാളായി ഒന്ന് എടുത്തിട്ട് ഒന്ന് നോക്കാം എന്താണെന്ന കണ്ടീഷൻ എന്താണെന്നുള്ളത്. ഒന്ന് കണ്ടാ നല്ല പാകത്തിൽ തന്നെ ഇരിക്കണേണ്. പൊടിയൊക്കെ നല്ല അന്തസ്സായിട്ട് കയറി പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഹെൽപ്പർ ഒന്ന് വിളിക്കണം. അങ്ങേർക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇത് ഇങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് എപ്പോഴും വഴക്ക് കിട്ടാറുണ്ട് സോണ്ടയിന്ന്. ഇതെന്തിനാണ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട്, നല്ല മിഷൻ അറിഞ്ഞില്ലേ, നശിപ്പിച്ച് കളഞ്ഞാന്നൊക്കെ പറഞ്ഞ് കുറെയൊക്കെ കിട്ടാറുണ്ട്. എന്ത് ചെയ്യാം. പിന്നെ എടുക്കണമെന്ന് എനിക്കും നല്ലോണം ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും പൊടിയൊക്കെ കളയണമല്ല, അങ്ങനെയൊക്കെ കുറെയൊക്കെ ചിന്തയൊക്കെ വരുമ്പോഴേക്കും അതങ്ങോട്ട് പടിഞ്ഞങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ ഓർത്ത് ഇന്നൊന്ന് എടുത്ത് പൊടിയൊക്കെ തട്ടി ഇന്ന് നോക്കാന്ന് ഓർത്ത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടീഷൻ എങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാ സാധനവും വാങ്ങിച്ചു, ഓയില് അതും ഇതൊന്നും ഉണ്ടായില്ല. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു സെറ്റാക്കി എല്ലാം കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. തയ്ക്കാൻ പറ്റുമോ അതോ അല്ലെങ്കിൽ കടയിൽ കൊണ്ടേ കൊടുക്കണോ എന്ന് പറഞ്ഞാൽ സോണി എന്നെ ചീത്ത പറയും, നല്ല ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോ എന്റെ മെഷീന് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് അംബ്രല മെഷീൻ ആണെന്ന്. അതിപ്പോ പിന്നെ കോലം കണ്ട എന്റെ കൈ മാറാമ്പല് മാത്രമേ ഉള്ളൂ. മാറാമ്പലിന്റെ സംസ്ഥാന സമ്മേളനം. അതെ. പിന്നെ ടീന ഇത് ഇന്നെടുത്ത് നല്ല രീതിയിൽ വർക്കിംഗ് ആണെങ്കിൽ ടീന ഇടക്കിടക്ക് തയ്ച്ച് ഇടുന്ന എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തയ്ച്ചു തരുന്നതായിരിക്കും. എന്താ കണ്ടീഷൻ എങ്ങനെ അതിന്റെ അടിവശമൊക്കെ എങ്ങനെയാ നോക്ക്. അടിവശം തിരിഞ്ഞു പോയി. കാണാൻ പറ്റിയില്ല. പ്രതീക്ഷത്രയും താഴത്ത് അത്രയും അഴുക്കൊന്നുമില്ല. മാറാമ്പലി. ഇതിന്റെ താഴത്ത് മാറാമ്പലല്ല എട്ടുകാലിയൊക്കെ കൂടുതലുണ്ടെന്നോ. അത്യാവശ്യം കുറെ നാളായിട്ട് ഇത് വർക്ക് ചെയ്യേണ്ടി വന്നിട്ട് ഞാൻ എപ്പോഴും പറയും സാധനം ഉപയോഗിക്കും കേക്കില്ല. മടി കണ്ടുപിടിച്ചത് ആരാന്നറിയാമോ? താഴെ കമന്റ് ചെയ്യണോട്ടോ. മടി കണ്ടുപിടിച്ചത് എന്റെ വയസ്സ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നൂലൊക്കെ ഇട്ട് കാണിച്ചു തരാം, സെറ്റാക്കിട്ട് ഒന്ന് കാണിച്ചു തരാം വർക്ക് ചെയ്യണ്ടെന്ന് കേട്ടാ. പിന്നെ അതേപോലെ തന്നെ എന്റെ പിള്ളേർക്ക് ഇപ്പൊ വെക്കേഷൻ ആയത് കാരണം നല്ല ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും കേട്ടല്ല. മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ നല്ല ആൻസർ, അവർക്കും നല്ല ആൻസറിനെയാ. എന്താണെന്ന് അറിയാൻ പാടില്ല. അത് കാരണം അവരുടെ സൗണ്ടൊക്കെ കേൾക്കും. അതെ. അപ്പൊ നൂലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓയിലൊക്കെ ഒഴിച്ച്. അപ്പൊ ഒന്ന് തയ്ച്ച് നോക്കട്ടെ കേട്ടാ എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ശരിയാകും നോക്കട്ടെ. അപ്പൊ ഇത്തിരി കുഴപ്പമൊന്നുമില്ല, നൂലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ പോന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ മെഷീൻ ഇതേപോലെ വീട്ടിലിരിക്കണമെങ്കിൽ ആരും ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. ചിലപ്പോ പറയാൻ പറ്റൂല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്റെ മെഷീന് കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെ ബൈ ബൈ.